ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം കേരള ഭാഷാഗാനം പ്രഥമസ്കന്ധം. ഹരി ശ്രീ ഗണപതേ നമഃ. അവൈജ്ഞമസ്തു. ശൗനകാദി മഹർഷിമാർ യാഗം തുടങ്ങിയപ്പോൾ ശ്രീ വേദവ്യാസ ശിഷ്യനായ സൂതപൗരാണികരോട് ചോദിക്കുന്നത്: ആദിമൂലശ്രീ പരമാനന്ദസുതയിൽ നിന്ന് ആദരാൽ ഉണർന്നിഴിഞ്ഞീടിനോരമൃതവും പാനം ചെയ്തനുദിനം ആനന്ദിച്ചലസാധെ മാനസപത്മത്തിങ്കൽ വാഴും പൈകിളിപ്പെണ്ണെ. മാനുഷഭാവം പഴുതായി കഴിഞ്ഞിടും മുമ്പേ മാനസം തെളിഞ്ഞു ദിവ്യാനന്ദ സ്വാഭാവികം സാധിപ്പാൻ എളുതായ സാധനം ഏതൊന്നുള്ളൂ സാധനം അതു ബാലേ കാലേ ചൊല്ലെന്നോടിപ്പോൾ. ചൊല്ലുവാൻ അനേക ഉണ്ട് ഓരോരോ മുനീന്ദ്രന്മാർ ചൊല്ലിയ വേദാന്ത സാരാധികൾ ബഹുവിധം. ചൊല്ലരുത് അവയൊന്നും നമുക്ക് പുരാണങ്ങൾ ചൊല്ലുകെന്നതും കേൾക്കയെന്നുള്ളതും ചെയ്യാമല്ലോ. ചൊല്ലും പുരാണങ്ങളുള്ളവയെല്ലാറ്റിലും നല്ലതു ഭാഗവതമെന്നല്ലോ ചൊല്ലിക്കൊൾപ്പൂ. പത്മാദി പുരാണങ്ങളൊക്കെയും നന്ന് എങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ നല്ലോ. ഓരോരോ ശാസ്ത്രങ്ങളിൽ മോക്ഷമാർഗങ്ങൾ ചൊന്നത് ഓരോന്നേ നിരൂപിച്ചാൽ എളുതല്ല ഇത്രയൊന്നും. ഓരോരോ ജനങ്ങൾക്ക് മുക്തിമാർഗതത്വങ്ങൾ ഓരോരോ വിധമത്രേ കേവല സ്വഭാവങ്ങൾ എന്നതിൽ എല്ലാ വർണ്ണത്തിങ്കലും എല്ലാവർക്കും നന്നായി സാധിക്കാവോ എളുപ്പമുള്ളോ നല്ലോ. എത്രയും എളുതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ ഉത്തമ ശ്ലോകചരിത്രങ്ങളും നാമങ്ങളും ഉത്തമ ധ്യാനങ്ങളും മിശ്രമായി വിശുദ്ധമായി ചമച്ചു. ഭാഗവതം അതിങ്കൽ നിരന്തരം രമിപ്പാനായിട്ടത്രേ മറ്റുള്ള കഥയെല്ലാം. അവിടെ ആദ്യ ശ്ലോകം മംഗലാചരണമായി കവിനായകൻ പ്രയോഗിച്ചതു വേദവ്യാസൻ. സർവജ്ഞനായി സർവജഗൽ കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനദ സ്വരൂപനായി അപരിച്ഛിന്നമായി പരമാനന്ദമായ പരമാത്മാവു തന്നെ ധ്യാനിക്കായി വരണമേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.